ഒന്നാന്തരം തിരക്കഥ, ഗംഭീര സംവിധാനം. ഇത് സിനിമയല്ല, ലൈഫാണ്. കണ്ണും മനസ്സും നിറച്ചിട്ടുള്ള സിനിമാറ്റിക് ലൈഫ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ 3-ാം തവണയും ഇന്ത്യ മുത്തമിടുമ്പോൾ ചില ആളുകൾക്കൊരു മുത്തം കൊടുക്കണ്ടേ? ഇന്ത്യൻ ടീമിന്റെ ഊർജ്ജമായി നിന്ന രോഹിത് കോഹ്ലി കോമ്പിനേഷൻ ടൂർണമെന്റിലുടനീളം അവർ മുന്നിൽ നിന്ന് നയിച്ചു. എക്സ്പീരിയൻസ് എന്താണെന്ന് കൃത്യമായിട്ട് ഡെലിവർ ചെയ്തു. T20 വേൾഡ് കപ്പിന്റെ ഫൈനലിൽ കോഹ്ലിയുടെ 76 റൺസാണ് ക്രൂഷ്യൽ ആയതെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ രോഹിത് ശർമ്മയുടെ 76 റൺസാണ് ടീമിന് ഏറ്റവും ക്രൂഷ്യലായി മാറിയത്. പടക്കിറങ്ങിയ ന്യൂസിലൻഡ് ബാറ്റിങ്ങിനെ എറിഞ്ഞൊതുക്കിയ ഇന്ത്യൻ സ്പിന്നർമാർ. കഴിഞ്ഞ വേൾഡ് കപ്പുകളിലെല്ലാം ഫൈനലുകളിലും സെമികളിലും നമ്മൾ പതറിയപ്പം നമുക്ക് മിസ്സായത് അക്സറിനെ പോലൊരു ബാറ്റ്സ്മാനെ ആയിരുന്നു. പ്രഷർ സിറ്റുവേഷനിൽ ബൗണ്ടറി നേടി അക്സർ പട്ടേൽ രക്ഷകൻ പട്ടേലായി. ഏത് പൊസിഷനിൽ ഇറങ്ങിയാലും ജയിക്കാനുള്ള മനസ്സുമായി 2023 ODI വേൾഡ് കപ്പിന്റെ തെറ്റിതിരുത്തിക്കൊണ്ട് KL രാഹുൽ ഈ ടൂർണമെന്റിലുടനീളം ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ പോരാളി, മിസ്റ്റർ കൺസിസ്റ്റന്റ് ശ്രേയസ് അയ്യർ ഉരുക്ക് പോലെ ഉറച്ചു നിന്ന് പ്രഷർ ഇല്ലാണ്ട് ബാറ്റ് ചെയ്യാൻ, സിക്സുകൾ പറത്താൻ നമ്മുടെ സ്വന്തം പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യ, നായകനെ പോലെ ബൗണ്ടറി അടിച്ച് ടീമിനെ വിജയത്തിലേക്ക് നയിച്ച ജഡേജ, ദുബായിലെ സ്പിൻ ട്രാക്കുകളിലും വിക്കറ്റ് നേടിയ ഷമി, ഇങ്ങനെ ഓരോരുത്തർക്കും നിറഞ്ഞ കൈയടി കൊടുക്കുമ്പോൾ ബെഞ്ചിലും കോച്ചിങ്ങിലുമുള്ള ഓരോ ആളുകളും ഈ ഒരു ടൂർണമെന്റ് വിജയ ശില്പികളായി മാറുന്നു. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്തിയില്ല എന്നുള്ള വിമർശനങ്ങളെല്ലാം കൈയടികളായി മാറുമ്പോൾ ഈ ടൂർണമെന്റിൽ ഒരുപാട് ഗംഭീര പെർഫോമൻസുകളുണ്ട്, ഒരുപാട് ഗംഭീര താരങ്ങളുണ്ട്. ഒരു ടീം എഫേർട്ട് തന്നെയാണ് ഇന്ത്യ ഒരു ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ സ്റ്റാർ ഓഫ് ദി ടൂർണമെന്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരാളെ പറയാൻ പറ്റിയാലോ? എന്റെ മനസ്സിൽ അത് ശ്രേയസ് അയ്യർ ആണ്. ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ, ഏറ്റവും കൺസിസ്റ്റന്റ് പെർഫോമൻസ് നൽകിയ ശ്രേയസ് അയ്യർ. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സ്റ്റാർ ഓഫ് ദി ടൂർണമെന്റ് ആരാ?